പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് സഭാകാലങ്ങൾ നോക്കുകയാണ്. ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം മുതൽ സഭാകാലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. കാരണം ബൈബിൾ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് തുടങ്ങി, അടുത്ത് യേശുക്രിസ്തു വരുന്നതിന് മുൻപായിട്ട് ഈ ഒരു സഭ തന്നെ 7 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ഏഷ്യ മൈനറിൽ അന്നുണ്ടായിരുന്ന അതേ സഭ തന്നെയാണ്, ആ പേരുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ 7 സഭകൾക്കും 7 തരം സ്വഭാവമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് വന്ന് പുതിയ നിയമസഭ തുടങ്ങി, പരിശുദ്ധാത്മാവ് വന്ന് പുതിയ നിയമസഭ തുടങ്ങി, കർത്താവിൻ്റെ വരവ് വരെ ഈ സഭ അതുപോലെ 7 കാലഘട്ടങ്ങളിലൂടെ, അതായത് 7 തരം വിശ്വാസത്തിലൂടെ കടന്നു പോകും. പക്ഷെ ബൈബിൾ എന്ന് പറയുന്നു, ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം. എന്നാൽ ജനങ്ങൾ ഒന്നൊന്നിനോട് വ്യത്യസ്തമായി നിൽക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ഏത് സഭ, ഇന്ന് കാണുന്ന സഭകൾ, അതിലേതാണ് ശരി? അതോ വചനമാണോ ശരി? അങ്ങനെയെങ്കിൽ നാം വചനത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവയെ നോക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കുക. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, സഭകൾ ഒന്നൊന്നിനോട് വ്യത്യസ്തമായി നിൽക്കുമ്പോൾ ഏതാണ് ശരിയെന്ന് അറിയുന്നില്ല. എന്നാൽ തങ്ങളായിരിക്കുന്ന സഭ, അവരുടെ വിശ്വാസവും പ്രവൃത്തികളും ഒക്കെയാണ് ശരിയെന്ന് ഓരോരുത്തരും അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ വചനം എന്ത് പറയുന്നുവോ അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് അതത് കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാർ. കർത്താവായ യേശു എമ്മോസിലേക്ക് പോയപ്പോൾ അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നത് പോലെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന കർത്താവെ, എൻ്റെ ആടുകൾ ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ അവരുടെ അടുക്കിലേക്ക് ഈ സന്ദേശത്തെ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ അങ്ങ് കർത്താവെ തുറന്നു കൊടുത്ത് ഗ്രഹിപ്പിച്ച് ആത്മാവിൻ്റെ ഫലം കായ്പാനും ഫലം ശേഖരിക്കപ്പെടാൻ വരുമ്പോൾ എടുക്കപ്പെടുവാനും പരിശുദ്ധാത്മാവെ സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സഭാകാലങ്ങളിൽ ഇപ്പം ബൈബിൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ വലത് കൈയിലെ 7 നക്ഷത്രം, 7 നക്ഷത്രങ്ങൾ 7 സഭയുടെ ദൂതന്മാരാകുന്നു എന്ന് പറയുന്നുണ്ട്. 7 നിലവിളക്ക്, അത് 7 സഭ, അത് ശരീരം, ദൈവത്തിൻ്റെ ശരീരമാണ് സഭ. അവിടെ ആ സഭ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് തുടങ്ങിയ സഭ പിന്നത്തേതിൽ തെറ്റി 7 സ്വഭാവത്തിൽ അനേകം വിശ്വാസം നിൽക്കുന്നു. എങ്കിലും 7 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ സന്ധ്യാസമയം. അപ്പോൾ ശരിയായ വിശ്വാസത്തിലേക്ക് അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ നോക്കുന്നത്. ഇപ്പോൾ 1-ാമത്തെ സഭയുടെ പേര് തന്നെ എഫെസോസ് സഭ എന്നാണ്. എഫെസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയഞ്ഞത് എന്നാണ്. ഇത് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് 1-ാമത്തെ സഭാകാലത്തിനായി പറയുന്നത്. എന്നാൽ 1-ാമത്തെ സഭാകാലത്ത്, അതായത് അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ വന്ന് സഭ തുടങ്ങുന്ന അതേ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ അറിയിക്കുന്ന അപ്പോസ്തലന്മാർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. പഴയ നിയമകാലം മുതലുള്ള പുതിയ പുരോഹിതന്മാരുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, സന്നദ്ധ സംഘം, തലനാരിഴ കീറി വേദഗ്രന്ഥത്തെ പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 1-ാമത്തെ കുതിരപ്പുറത്ത് വരുന്ന ഒരുവനുണ്ട്, വെള്ള കുതിരപ്പുറത്ത് വരുന്ന 4 കുതിര സവാരിക്കാർ. ഇത് എല്ലാ സഭകളും പഠിപ്പിക്കുന്നത് മഹോദ്രവ കാലത്താണ് പുറപ്പെടുന്നത്. അതുതന്നെ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. കാര്യം ജനം തെറ്റിയാലും എങ്ങനെ നിൽക്കുന്നു എന്ന് ലോകം അറിയാതിരിക്കാനായിട്ട് ഈ പിശാച് വന്ന് തെറ്റിക്കുന്നത് ആരിലൂടെയാണെന്നാണ് പ്രധാനം. അപ്പോൾ അറിയാതിരിക്കാനായിട്ട് പിശാച് തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് വചനം. നോക്കാം. അപ്പോൾ അയഞ്ഞത് എന്നാണ് 1-ാമത്തെ സഭയുടെ ആ പേര്, എഫെസോസ് സഭയുടെ. ഈ സഭ തുടങ്ങുന്നത് തന്നെ വെളിപ്പാടിന്മേലാണ്. യേശു ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവർ പലരും മറിയയുടെ പുത്രൻ, തച്ചൻ്റെ മകൻ, ബേൽസബൂൽ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ യേശുവിനെ അറിയേണ്ടത് പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കലേക്ക് വന്ന നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? യേശുവിന് അതറിഞ്ഞാൽ മതി. ലോകക്കാരും വിശ്വാസികളെന്നും ക്രിസ്ത്യാനികളെന്നും പറയുന്നവരല്ല. പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കലേക്ക് വന്നവർ നിങ്ങൾ എന്തു പറയുന്നു? എന്താണ് ഇത്? ഈ പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കലേക്ക് വന്നവർ എന്താണെന്ന് വെറുതെ നമ്മൾ വായിച്ചു പോകണം. അതിനൊരു ആത്മീയ വെളിപ്പാടുണ്ട്. അതായത് യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാര മാർഗം ഒരുക്കി.
എന്നിലൂടെ എന്ന് പറഞ്ഞാൽ ആ യാഗം, ആ പാപപരിഹാര യാഗം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ചെയ്ത് പാപപരിഹാരം നേടി നിൽക്കുന്ന, അല്ലെങ്കിൽ യേശു വരുന്നതിന് മുമ്പായിട്ട് മാനസാന്തരപ്പെട്ട് പാപമോചനത്തിന് സ്നാനപ്പെട്ട, ആ വിശ്വസിച്ചുകൊണ്ട് സ്നാനപ്പെട്ട, ആ കാലത്ത് സ്നാനപ്പെട്ടവർ വേറെ ഉണ്ട്. അവരോടാണ് ചോദിച്ചത്, നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് സ്നാനപ്പെട്ടു എന്ന്. അപ്പോൾ സ്നാനപ്പെട്ടതുകൊണ്ടല്ല, വിശ്വസിച്ചുകൊണ്ട്. കർത്താവിനറിയാം ഹൃദയത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചിട്ടാണോ സ്നാനപ്പെട്ടത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ക്രിസ്തു, നീ ക്രിസ്തു. 3 തരത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ദൈവത്തിൻ്റെ ക്രിസ്തു, ക്രിസ്തു. കാര്യം 3 ടൈപ്പ് ജനം എപ്പോഴും സഭയിലുണ്ടാവും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് 30 മേനി, 60 മേനി, 100 മേനി ഫലം ഉണ്ടാകട്ടെ. 30 മേനി ഒരിക്കലും സ്വർഗീയ പ്രവേശനം ഉണ്ടാവില്ല, 60 മേനി ഉണ്ടാവില്ല, 100 മേനിയാണ് സ്വർഗീയ പ്രവേശനം. എന്നാൽ ഈ എല്ലാ ടൈപ്പും സഭയിൽ വേണം. അപ്പോൾ ഇവിടെ പറഞ്ഞു, നീ ക്രിസ്തു, ഈ പാറമേൽ, ഇതാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ഈ വെളിപ്പാട് എന്ന പാറമേൽ, അല്ല പത്രോസിന്റെ മേലല്ല, വെളിപ്പാട് ദൈവത്തിന്റെ വചനം എഴുതി നമുക്ക് തന്നിരിക്കുന്നു. ആ വചനത്തിന്റെ വെളിപ്പാട് ഇന്നും ഇരിക്കുന്നത് ക്രിസ്തുവിലാണ്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വെളിപ്പാടിന്മേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ സഭ പണിയുമ്പോൾ, പാതാളഗോപുരം ജയിക്കാത്ത സഭ പണിയുമ്പോൾ, അതിനെ തെറ്റിക്കാനായി 1ാമത്തെ കുതിരസവാരിക്കാരൻ ആ 1ാമത്തെ സഭാകാലത്ത് തന്നെ പുറപ്പെട്ടു വന്നു. അത് മറഞ്ഞിരിക്കുകയാണ്, ആർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പെന്തക്കോസ്തിലായിരുന്നു, അതിന് മാർത്തോമയിൽ, CSIയിൽ, കത്തോലിക്ക സഭയിൽ ധാരാളം സഭകളുണ്ട്. സാലിഷ് ഉണ്ടായിരുന്നു. എല്ലാ സഭകളിലൂടെയും കർത്താവ് കടത്തി വിട്ട് പലതും പഠിപ്പിച്ചു. ഇപ്പോൾ പെന്തക്കോസ്തിലിരിക്കുന്ന സമയത്താണ് ഈ ശരിയായ സന്ദേശത്തെ മനസ്സിലാക്കുവാനും ഇടയായത്. അപ്പോൾ ഈ തെറ്റി നിൽക്കുന്ന ജനം യഥാസ്ഥാനത്താക്കണം. അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യകത ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ 1ാമത്തെ കുതിരപ്പുറത്ത് വന്നവനും എവിടെ ഉണ്ടാവും? ഈ സഭകൾക്കകത്ത് തന്നെ ഉണ്ടാവും. അവനെ അറിയാൻ കഴിയില്ല. അവൻ്റെ തന്ത്രം നാം തിരിച്ചറിയണം. അവൻ ഉപയോഗിക്കുന്ന ആരാണെന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ ക്രിസ്തു എന്ന വെളിപ്പാടിന്മേലാണ് സഭ തുടങ്ങിയത്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നിയമിച്ചാക്കിയ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് കർത്താവ് തന്നെ സംസാരിച്ചുകൊണ്ട്, അതായത് യേശുക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ സംസാരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമസഭ തുടങ്ങി. മാത്രമല്ല, മുൻകാലങ്ങളിൽ അതത് കാലത്തിന്റെ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ട് കേട്ട് വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞവർക്ക് കൊടുത്ത ന്യായമായ പ്രതിഫലം എന്ത് എന്നതും കൂടെ എഴുതി തന്നിരിക്കുന്നു. എബ്രായ ലേഖനം 3-4 അധ്യായം വായിച്ചു നോക്കുക. അപ്പോൾ അവർക്ക് ന്യായമായ പ്രതിഫലം ലഭിച്ച കാര്യവും നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. കൂടാതെ ഇനിയുള്ള കാലം, അതായത് കർത്താവ് വന്നു പോയിട്ട് അടുത്ത യേശു വരുന്നതിന് മുൻപ് ഈ സഭ എങ്ങനെ കടന്നു പോകും എന്നതും കൂടെ എഴുതി ആണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. പക്ഷേ അത് പലരും വിശ്വസിക്കുന്നില്ല. അത് നമുക്കുള്ളതല്ല, മഹോദര കാലത്തുള്ളതാണ് എന്ന് പറഞ്ഞ് തെറ്റ്. ഞാനും അങ്ങനെ തന്നെ പഠിച്ചിരുന്നത്, അങ്ങനെ തന്നെയാണ് ഞാൻ ഉപദേശിച്ചിരുന്നത്. പക്ഷെ ശരിയായ സന്ദേശം ദൈവത്തിന്റെ വെളിപ്പാട് വന്നപ്പോൾ മനസ്സിലായി. ഓക്കെ. അതിനാൽ അവയെ മനസ്സിലാക്കി നാം അങ്ങനെ മുന്നോട്ട് പോകണം. എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മാർഗരേഖയായി ദൈവത്തിന്റെ വചനം എഴുതി നമുക്ക് തന്നിരിക്കുന്നു. എന്നാൽ സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് പൗലോസ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പൗലോസിന് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ വന്ന സുവിശേഷം, ഞങ്ങളുടെ സുവിശേഷം ഒരിക്കൽ എന്നും പിന്നൊരിക്കൽ അല്ല എന്നും അല്ല. ഇനി ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിലും അത് നശിച്ചു പോകുന്നവർക്കത്രേ. ഓക്കെ. അപ്പോൾ ഒരിക്കൽ എന്ന വചനത്തെ പിന്നത്തേതിലല്ല തെറ്റിക്കുന്നത്, അപ്പോൾ തന്നെ തെറ്റിച്ചിരിക്കുന്ന കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ. കർത്താവ് നിറഞ്ഞു നിന്ന ക്രിസ്തുവിന്റെ വെളിപ്പാടിന്മേൽ അടിസ്ഥാനമിട്ട് തുടങ്ങിയ 1ാമത്തെ എഫെസസ് സഭയും അവരുടെ വിശ്വാസവും ആ ക്രിസ്തുവിന്റെ ഉപദേശവും അതിന്മേലുള്ള സ്നാനവും ഇന്നത്തെ സകല സംഘടനാ സഭകൾ, അതായത് നാമധേയ ക്രിസ്ത്യാനികൾ അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം പുതിയ നിയമസഭയുടെ വിശ്വാസം എഫെസ്യർ ലേഖനം 4-ാമത്തെ അധ്യായം 4, 5, 6 നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചപ്പോൾ, ദൈവമാണ് നമ്മളെ വിളിച്ചത് എങ്കിൽ അവർക്കൊരൊറ്റ പ്രത്യാശ. മറിയവും പൗലോസും അപ്പൊല്ലോസും പത്രോസും യാക്കോബും അങ്ങനെയൊന്നുമല്ല, ഒറ്റ പ്രത്യാശ. അത് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ. മത്തായി 8:20 അവിടെ പറയുന്നു, ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിലെ പ്രത്യാശയ്ക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഏക പ്രത്യാശയ്ക്കായി നമ്മൾ വിളിച്ചതുപോലെ വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒന്ന്, ആത്മാവ് ഒന്ന്, സഭ ഒന്ന്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും ആണ് പരിശുദ്ധാത്മാവ്. അവൻ തന്നെ ദൈവവും പിതാവും എന്ന് ബൈബിൾ പറയുന്നു. ലോകം പറയുന്നു ഇത് 2 പേരാണ് 3 പേരാണ് എന്ന് പറയുന്നു. ഓക്കെ. ബൈബിൾ പറയുന്നു ഇത് ഒരുവനാണെന്ന്. അങ്ങനെ 1ാമത്തെ എഫെസസ് സഭ പരിശുദ്ധാത്മാവ് വന്ന് തുടങ്ങിയപ്പോൾ വെളിപ്പാടിൽ തുടങ്ങിയ സഭയാണ്. ഓർക്കുക, ഇവിടെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നത് ഇന്ന് സഭകളിൽ ഏത് രീതിയിലായിരിക്കുന്നു. 1ാമത്തെ സഭ തുടങ്ങുമ്പോൾ അവിടെ ദൈവിക വെളിപ്പാടിന്മേലാണ് സഭ തുടങ്ങുന്നത്. അവിടെ
നീതീകരണമുണ്ട്, വിശുദ്ധീകരണമുണ്ട്, പരിശുദ്ധാത്മാഭിഷേകമുണ്ട്, വെളിപ്പാടുണ്ട്. 4 കാര്യങ്ങൾ ആ സഭയിലുണ്ടായിരുന്നു. എന്നാൽ ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് മുദ്രയൊക്കെ തുറന്നു കേട്ടോ. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തൻ്റെ ജനം അതത് കാലത്ത് ദൈവത്തിൻ്റെ ജനം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനെ ഓരോ കാലത്തും ദൈവം ഓരോ വ്യക്തിയിലൂടെ സംസാരിച്ചു. അവർ മാത്രമേ അത് കേട്ട് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചുള്ളൂ. ബാക്കി എല്ലാവരും തെറ്റി നിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സഭാകാലത്ത് തന്നെ അവിടെ അപ്പോസ്തലപ്രവൃത്തി 4:12 ഒരു കാര്യം പറയുന്നുണ്ട്. സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ കൊലോസ്യർ ലേഖനം 3:17 പറയുന്നത് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവിൻ എന്ന. ഇതാണ് ഒരു ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം. ഈ ഉപദേശത്തിൽ നിന്ന് പുറത്തുപോയി നിൽക്കുന്നവരാണ് ഇന്ന് ഭൂമിയിലെ സഭകൾ 99%. നോക്കാം. അപ്പോൾ സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും ചെയ്യാൻ തന്നിരിക്കുന്ന ഒരു നാമം. ഇനി ഈ നാമം തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ നാമത്തെ എതിർക്കണമെങ്കിൽ ആരെതിർക്കണം? പള്ളിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിൽക്കാത്ത പുറത്തുള്ള ഒരു അവിശ്വാസി സഭയ്ക്കുള്ളിൽ വന്ന് അല്ലെങ്കിൽ വിശ്വാസികളുടെ വീട്ടിൽ പോയിട്ട് പറയണം, യേശുക്രിസ്തു നാമം നിങ്ങൾ ഉപദേശിക്കരുത്, സ്നാനപ്പെടരുത്, വിവാഹത്തിന് ഉപയോഗിക്കരുത്, മരണടക്ക ശുശ്രൂഷ ഉപയോഗിക്കരുത്, പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കരുത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ തിരസ്കരിക്കണം. കാര്യം എന്താ? സ്വർഗത്തിന്റെ ഇഷ്ടം ആ കാലത്ത് ചാവി കൊടുത്തിട്ട് പോയ പത്രോസിലൂടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ നാമത്തെ നിഷേധിക്കണമെങ്കിൽ ആ അവിശ്വാസി വന്നു പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കുതിരപ്പുറത്തുള്ള ആ സവാരിക്കാരൻ അന്നേ ആ സമയത്ത് തന്നെ പുറപ്പെട്ടു വന്ന് അവൻ സഭയുടെ ഉള്ളിലുണ്ടായിരുന്നു. യേശു പറഞ്ഞു, ചിലർ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നു എന്ന്. ചിലർ പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നു. ഈ പുറത്തു നിന്ന് അകത്തേക്ക് വന്നത് പിശാച്, എതിർ ക്രിസ്തു, ഒന്നാമത്തെ കുതിര സവാരിക്കാരൻ സഭയുടെ അകത്ത് വന്നിട്ട് അപ്പോസ്തലപ്രവൃത്തി 4:12 പറഞ്ഞതാണ് ഒറ്റ നാമം കർത്താവായ യേശു ക്രിസ്തു. 17-18 വാക്യം നോക്കുക. അവിടെ വ്യക്തമായിട്ട് എതിർ ക്രിസ്തു എന്ന് പറയാണ്, ഇത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ യാതൊരു മനുഷ്യനോട് ഈ നാമത്തിൽ ഇനി ഉപദേശിക്കരുത്. നോക്കൂ, യേശു ക്രിസ്തു നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. ഇത് ആരുടെ ഇഷ്ടം? പിശാചിന്റെ ഇഷ്ടം. അതായത് സ്നാനത്തിനോ വിവാഹത്തിനോ മരണടക്ക ശുശ്രൂഷയ്ക്കോ യാത്രയപ്പിനോ വീട് വച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹന പ്രതിഷ്ഠ, കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠയോ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യണമെന്നത് സ്വർഗത്തിന്റെ ഇഷ്ടം. കാര്യം എന്താ? ഒറ്റ നാമമേ നൽകിയിട്ടുള്ളൂ. ഇനി വരാനും പോകാനും വഴിയും ജീവനും എല്ലാം ആ ഒരൊറ്റ നാമം. എന്നാൽ പിശാച് അന്നത്തെ മഹാപുരോഹിതന്മാർ, അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. മഹാപുരോഹിതന്മാരും പടനായകരും ശാസ്ത്രിമാരും അവരെല്ലാവരും അവരെ കൂടിയിരിക്കുന്നു. ആ മഹാപുരോഹിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിശാച് പറയുകയാണ് 4:17 അപ്പോസ്തലപ്രവൃത്തി, എങ്കിലും അത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോട് ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്നവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും വരുത് എന്ന് കൽപ്പിച്ചു. നോക്കൂ, പിശാചിന്റെ ഉപദേശമല്ലേ ഇന്ന് ലോകത്തുള്ള സഭാ പുരോഹിതന്മാർ കേൾക്കുന്നത്. ഒന്നാമത്തെ സഭാകാലത്തിൽ മഹാപുരോഹിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പിശാച് സംസാരിച്ചപ്പോൾ ഇത് പുരോഹിതനല്ലേ, ദൈവത്താൽ നിയമിക്കപ്പെട്ടവരല്ലേ, അവരല്ലേ നാം കേൾക്കേണ്ടത് എന്ന് പരിജ്ഞാനമില്ലാത്ത ജനം, അന്നും ഇന്നും കോടിക്കണക്കിന് ജനം സ്നാനത്തിന് യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല, വിവാഹത്തിന് യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല, പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കില്ല, മരണ അടക്ക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കില്ല, സ്നാനം അതുപോലെ ഒരു കാര്യത്തിന് ഉപയോഗിക്കില്ല. അവരെന്തു പിന്നെ ഉപയോഗിക്കും? നാമം അല്ലാത്ത 3 വാക്കുകൾ. പിതാവ് നാമമല്ല, ഞാനൊരു പിതാവ്, കേൾക്കുന്നത് നിങ്ങളും പിതാവ്, ഞാൻ പുത്രൻ നിങ്ങളും പുത്രനാണ്. അപ്പം പിതാവിനൊരു നാമമുണ്ട്, പുത്രനൊരു നാമമുണ്ട്, പരിശുദ്ധാത്മാവിനൊരു നാമമുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ഈ നാമത്തിൽ അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ മഹാപുരോഹിതന്മാർ, പണ്ഡിതന്മാർ, ശാസ്ത്രിമാർ, തലനാരിഴ കീറി വേദഗ്രന്ഥത്തെ പഠിച്ചിരിക്കുന്നവർ പറയുന്നത് വിശ്വാസികൾ ഒന്നും മിണ്ടുന്നില്ല, അവർക്കത് മതി. കാര്യം അകത്ത് പരിശുദ്ധാത്മാവ് വരണം. ഒന്നാമത്തെ കാര്യം തന്നെ പിശാച് തെറ്റിച്ചിരിക്കുക. ഈ നാമം തള്ളിക്കളഞ്ഞു, ആ നാമത്തിലുള്ള സ്നാനവും തള്ളി. ഈ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ പാപമോചന സ്നാനം ഏറ്റാൽ മാത്രമേ പാപം മോചിച്ച് പരിശുദ്ധാത്മാവ് ലഭിക്കുകയും ദൈവിക വെളിപ്പാടുകൾ തെറ്റിച്ച് പറഞ്ഞാലും ശരിയാണോ തെറ്റാണോ എന്ന് ബോധം കിട്ടുകയുമുള്ളൂ. അപ്പോൾ ആദ്യം മുതലേ ഈ ഒരു പരിജ്ഞാനം ഉണ്ടാകാതിരിക്കാൻ പിശാച് ഏത് നാമം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ വന്നിട്ട് ആ നാമത്തെ നിഷേധിച്ചിരിക്കുന്നു.
ഒരു 2-3 ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്തുണ്ട്. എങ്കിൽ ഞാൻ പറയണത് 9809150386. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം തുടർന്നുണ്ടായി. ഒന്നാമത്തെ സഭാകാലം തന്നെയാണ് പറയുന്നത്. തുടർന്നുണ്ടാവും. കേൾക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.